നോമ്പ് തുറക്കൽ ഹറാമായ സമയമുണ്ട്, നോമ്പ് തുറക്കൽ ജായിസായ സമയമുണ്ട്, നോമ്പ് തുറക്കൽ സുന്നത്തായ സമയമുണ്ട്, അത് കറാഹത്തായ സമയമുണ്ട്. എപ്പോഴാണ് നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കൽ സുന്നത്ത് എപ്പോഴാണെന്നറിയോ? അതേ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ, ഇദാ തഹഖഖൽ ഗുറൂബ്, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ അവിടെ തഅ്ജീലുൽ ഫിത്ർ സുന്നത്താണ്. പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുന്നത് കൊണ്ട് അതേ സമയമായി എന്ന് ഉറപ്പാവുകയില്ല. കൃത്യമായി സമയങ്ങളൊക്കെ നിശ്ചയിച്ച് അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുന്ന നീതിമാനായ ഒരു മുഅദ്ദിനാണ് വാങ്ക് വിളിക്കുന്നതെങ്കിൽ തന്നെ അതാ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിച്ചത് കൊണ്ട് മക്കളെ ഒരിക്കലും അസ്തമിച്ചു എന്ന് ഉറപ്പാവുകയില്ല, അത് തന്നെ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നോമ്പ് തുറക്കൽ ജായിസാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് വാങ്കൊക്കെ കൊടുത്തിട്ട് ആ വാങ്കിന് ഇജാബത്തും കഴിഞ്ഞിട്ട് അതിന്റെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അതിന്റെ ആയത്തിനെ കുറിച്ചൊക്കെ നോദിയിട്ട് ഏകദേശം ഉറപ്പ് വന്നതിന് ശേഷമാണ്. അസ്തമിച്ചു എന്ന് ഉറപ്പാടണമെങ്കിൽ ഒന്നുകിൽ അസ്തമിക്കുന്നത് കാണണം. നിങ്ങൾ ഓർത്തു നോക്കൂ, എത്ര പള്ളികളിൽ നിന്നാണ് വാങ്ക് വിളിക്കുന്നത്. ഈ പള്ളികളിലൊക്കെ ഉള്ള കലണ്ടറുകൾ ഉണ്ടല്ലോ, ആ കലണ്ടർ കണക്കാക്കപ്പെട്ട സമയമുണ്ടല്ലോ, ആ സമയത്ത് ഓരോരുത്തരും എന്നാണ് ഭാവനയാണ്, അത് കൃത്യമായ ഉറപ്പ് അല്ല. അതൊക്കെ ഉറപ്പാണ് എന്ന് മനസ്സിലാക്കി വാങ്ക് കേൾക്കുമ്പോഴേക്ക് അതാ നോമ്പ് തുറക്കൽ സുന്നത്താണെന്നും പറഞ്ഞ് ആളുകളെ നോമ്പ് വെറുതെ ഫസാദാക്കണ്ട. സമയമായിട്ടുണ്ടോ ഇല്ലേ? ആയിട്ടുണ്ടാകും. വാങ്ക് കൊടുത്തോ ഇല്ലേ? കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ ക്ലോക്കിൽ സമയമായിട്ടുണ്ട്, മറ്റേ ക്ലോക്കിൽ സമയമായിട്ടില്ല. ഇങ്ങനെ സംശയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കൽ കടുത്ത ഹറാമാ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി സാധാരണക്കാർ മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ചില തീരുമാനങ്ങളുണ്ട്. വാങ്ക് ടൈമായാൽ വാങ്ക് കൊടുത്തില്ലെങ്കിൽ അതാ പിന്നെ മുക്രിയൊക്കെയുള്ള നമ്മളെ മുക്രി പിന്നെ കൊടുക്കുള്ളൂ. മോനെ, വിവരമില്ലാത്തത് വിവരമുള്ളവരോടൊന്ന് ചോദിച്ചൂടെ? വാങ്ക് കൊടുക്കാൻ സമയത്തിന്റെ മുമ്പാവാൻ പാടില്ല എന്നാണ്. സമയം ആയ ഉടനെ തന്നെ വാങ്ക് വിളിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. സമയമായി ഉറപ്പായെങ്കിലേ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കൽ സുന്നത്തുള്ളൂ. ഏകദേശം അതേ കലണ്ടറിലൊക്കെ സമയമായിട്ടുണ്ട്. പല പള്ളികളും വാങ്ക് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് വഹാബികൾ വാങ്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാ മഹല്ലുകളിലും തന്നെ അതാ മഗ്രിബിന്റെ വാങ്ക്, അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികള് 2ഉം 3ഉം മിനിറ്റും നേരത്തെയാണ് കൊടുക്കാറുള്ളത്. സുബ്ഹിന്റെ വാങ്ക് വൈകിട്ടാണ് കൊടുക്കാറുള്ളത്. അതാ മുഅ്മിനീങ്ങളുടെ ഇബാദത്ത് ഫസാദാക്കുക എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത എന്താണ്? അതുകൊണ്ട് ഞാൻ ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരങ്ങളോടും വളരെ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വാങ്ക് കേൾക്കുമ്പോഴേക്കങ്ങ് തുറക്കണ്ട. അല്ലെങ്കിൽ ഒരാൾ വാങ്ക് കൊടുക്കുമ്പോൾ തുറക്കണില്ലെങ്കിൽ വാങ്ക് കൊടുത്തില്ലേ, നിങ്ങൾ എന്താ തുറക്കണില്ലേ എന്ന് പറഞ്ഞ് ബേജാറ് കൂട്ടണ്ട. അല്ലെങ്കിൽ വാങ്ക് കൊടുക്കാൻ വേണ്ടി ശബ്ദിക്കണ്ട. ഇതുവരേക്ക് നോമ്പ് നോറ്റാക്കറിയില്ലേ തുറക്കണമെന്ന്. ഇനി തുറന്നാലും തുറന്നില്ലെങ്കിലും ആ സമയം കഴിഞ്ഞാൽ നോമ്പ് തീർന്നു. അസ്തമിച്ചതോടുകൂടി നോമ്പ് തീർന്നു. പിന്നെ നോമ്പ് തുറക്കുക എന്ന് പറയാനില്ല. നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് പഴുത്ത ഈത്തപ്പഴമാണ്. പഴുത്ത ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിയ